കനത്ത മഴയിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. 73.26% പേർ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വീറും വാശിയും നിലമ്പൂരിലെ വോട്ടർമാർ ഏറ്റെടുത്തുവെന്നാണ് മികച്ച പോളിംഗ് ശതമാനം സൂചിപ്പിക്കുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ മുന്നണികൾ കണക്ക് കൂട്ടലിലാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് പരിസമാപ്തി. ഇനി ജൂൺ 23 വരെ കാത്തിരിപ്പ്. വോട്ടെണ്ണുമ്പോൾ ആര് വാഴും ആര് വീഴും. പ്രചാരണത്തിൽ കണ്ട ആവേശം ബൂത്തുകളിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിൽ നിർണായകമായി. പോളിംഗ് ആരംഭിക്കുന്നതിന് മുൻപേ നീണ്ട നിര. മഴയുണ്ടേ, ഇറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ നടക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് കുടുങ്ങി. പാർട്ടിക്കാർ ജയിക്കട്ടെ. മുടക്കരുത് എന്നൊരു മോഹമുണ്ട്. അപ്പം അങ്ങോട്ട് പോകുന്നു. വൈറ്റിട്ടല്ല, തീരെ 2 കാലിനും ഉറക്കിട്ടിട്ടാ പോരുന്നേ. 59 ബൂത്തുകൾ അധികം സജ്ജീകരിച്ചത് വോട്ടിങ്ങിന് വലിയ തോതിൽ ഗുണമായി. ഗുരുതരമായ യന്ത്ര തകരാറുകൾ എവിടെയും റിപ്പോർട്ട് ചെയ്തില്ല. 4 ബൂത്തുകളിലെ സാങ്കേതിക തകരാറുകൾ വേഗത്തിൽ പരിഹരിച്ചു. വോട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന UDF പ്രവർത്തകരുടെ പരാതിയിൽ ചുങ്കത്തറ കുറുമ്പലങ്ങോട് 2 LDF പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അറിയില്ലെന്നായിരുന്നു ഇടതുപക്ഷ വിശദീകരണം. മറ്റ് അനിഷ്ട സംഭവങ്ങളില്ല. ഉയർന്ന പോളിംഗ് ശതമാനം ആരെ തുണയ്ക്കുമെന്ന ചർച്ച മുന്നണികളിൽ സജീവമായി ആരംഭിച്ചു കഴിഞ്ഞു. ഈ പെരുമഴ പോലെ നിറഞ്ഞു കനത്ത 25 ദിവസത്തെ പ്രചാരണം. സംസ്ഥാനത്തെ മന്ത്രിസഭയും പ്രതിപക്ഷവും അടക്കം ഒന്നടങ്കം രാഷ്ട്രീയ നേതാക്കൾ നിലമ്പൂരിൽ. ഒടുവിൽ ഇതാ മണ്ഡലം വിധി എഴുതിയിരിക്കുന്നു. ഇനി തിങ്കളാഴ്ചത്തെ വോട്ടെണ്ണലിനായുള്ള കാത്തിരിപ്പ്. ടീം 24 നിലമ്പൂർ.